നമ്മുടെ 75 ഹാർഡ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതൊരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഏഞ്ചൽ വണ്ടെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാവുകയും ആ മിസ്റ്റേക്ക് നമ്മുടെ ക്ലയൻസിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്മുടെ ക്ലയൻസിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. സോ അവർക്കെതിരെ ഏഞ്ചൽ വണ്ണെതിരെ എങ്ങനെയാണ് സെബിയിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു ലൈവ് വീഡിയോ ആണ്. ഗൂഗിളിൽ കയറിയിട്ട് സ്കോർസ് ടൈപ്പ് ചെയ്യുക, ഡയറക്റ്റ്ലി സെബിയുടെ റിഡ്രസൽ പോർട്ടലായ സ്കോർസിലെത്തും. അവിടെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ലോഗിൻ ചെയ്യാം. നമ്മുടെ യൂസർ ID, പാസ്വേഡ്, OTP, ക്യാപ്ചയൊക്കെ അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളെ പോർട്ടലിലെത്തും. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലോഡ്ജ് കംപ്ലയിൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ ആർക്കെതിരെയാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് ബ്രോക്കർ, ഡെപ്പോസിറ്ററി, മ്യൂച്വൽ ഫണ്ട്, റിസർച്ച് അനലിസ്റ്റ്, അങ്ങനെ. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് ബ്രോക്കർ, ഏഞ്ചൽ വൺ. ഒരു ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുക. നമ്മുടെ കംപ്ലയിൻറ്റ്സ് ഇതിൽ അതേഴ്സിലാണ് വരുന്നത്. സോ നമ്മൾ അതേഴ്സിൽ ക്ലിക്ക് ചെയ്തു. ഇതിനുശേഷം നമ്മുടെ ഇഷ്യൂ എന്താണ് അത് നമ്മളോട് ടൈപ്പ് ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് അലൗഡ് ഉള്ളൂ. അതിനുശേഷം സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റർ ഡാഷ്ബോർഡിലെത്തും. ഈ ഇൻവെസ്റ്റർ ഡാഷ്ബോർഡിൽ 3 കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പണ്ട് രജിസ്റ്റർ ചെയ്താണ് 2 അതിൽ നമുക്ക് സൊല്യൂഷൻ കിട്ടി. 1 പെൻഡിങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കംപ്ലയിൻറ്റ്.